എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ തുരത്താനായിട്ട് ഏറ്റവും നല്ലൊരു എന്താ പറയുക വിഷം എന്ന് തന്നെ പറയാം. എന്ത് രീതിയിലുള്ള സംഭവമാണ് ഉപയോഗിക്കാൻ പറ്റുക, മറ്റ് പ്രാവുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ഏത് മരുന്ന് ഉപയോഗിച്ചാണ് നമുക്ക് അവരെ തുരത്താൻ പറ്റുക എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അതിനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരിയർ പിജനാണ്. അവരുടെ എഗ്ഗ് ഹാച്ച് ചെയ്തിരുന്നു. പക്ഷേ ഉറുമ്പുകൾ അത് തലേ ദിവസം നമ്മുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് ഉറുമ്പുകൾ ഓടിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് പ്രയോഗിച്ചു. അവരെല്ലാം കൂടെ അവിടെ നിന്ന് നേരെ കൂട്ടിലേക്കാണ് വന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എഗ്ഗ് 2 ഹാച്ച് ചെയ്തിരുന്നു. നല്ല സ്ട്രോങ് കുട്ടികളുമായിരുന്നു. പക്ഷേ ഉറുമ്പുകൾ പ്രശ്നമുണ്ടാക്കി. നമുക്ക് 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. അവർ ലാസ്റ്റ് ടൈം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവർ എഗ്ഗ് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് താഴെയായിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് നഷ്ടപ്പെട്ടു. അപ്പോൾ എപ്പിസോഡിനിടയ്ക്ക് ഒരു ടീം കൂടെ വരുന്നുണ്ട്. ബാ ബാ കയറി വാ, അപ്പം എടുക്കാം, ബാ ഏലപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കേട്ടോ, ജൂനിയർ ആൻഡ് സീനിയർ. ഓക്കെ, സോ നമ്മൾ അന്നത്തെ ആ സിറ്റുവേഷൻ കൗണ്ടർ ചെയ്യാൻ ഉപയോഗിച്ചൊരു മെഡിസിൻ ഉണ്ട്. അപ്പോൾ അത് സജസ്റ്റ് ചെയ്ത എൻ്റെ പേരൻസാണ്. അത് സാധാരണ ചെടികൾക്കൊക്കെ ഈ ചെറിയ പാരസൈറ്റ്സ് വന്നിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണത്. എന്നെ കാണിച്ചു തരാം. എൻ്റെ കവറ് ഇതാണ് സംഭവം. ജമ്പ് എന്ന് പറയും. ഓക്കെ, ജമ്പ് എന്നാണ് എൻ്റെ പേര്. ഇത് വെറും ഒരു 2 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കാണ്. ഈ ഒരു ചെറിയ പാക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഈ സ്പ്രെയർ, ഈ ടൈപ്പിൽ സ്പ്രെയറിൽ ഘടിപ്പിക്കുക. ഇതിപ്പോൾ 2 ലിറ്റർ ഞാൻ ബോട്ടിൽ മിക്സ് ചെയ്തിട്ട് 1 ലിറ്ററിലേക്ക് മാറ്റിയേക്കണുണ്ട്. എന്നിട്ട് സ്പ്രെയറിൽ നന്നായിട്ട് എടുത്തിട്ട് മിസ് ഔട്ടായി പോകുന്നല്ലേ. ഓക്കെ, സ്പ്രെയറിൽ നന്നായിട്ട് എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറാണ് അതിൻ്റെ ആക്ടിവേഷൻ ടൈം പറയുക. 3 മണിക്കൂറിനുള്ളിൽ ഈ വിഷം ആക്റ്റീവായിട്ട് ഈ പറയുന്ന എന്ത് സാധനമാണെങ്കിലും, ഉറുമ്പാണെങ്കിലും എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും, 8 കാലി ഉറുമ്പ് തൊട്ടുള്ള സകലമായ സാധനത്തിന് ഈ സാധനം തീർത്തോളൂ. അത് 100% നമ്മളിവിടെ ഉപയോഗിച്ച് നോക്കിയാണ്. അന്ന് രാവിലെ ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന മരുന്ന് പ്രയോഗിക്കുകയുണ്ടായി. വൈകുന്നേരം വന്നപ്പോഴേക്കും എല്ലാ സംഭവവും തീർന്നിരുന്നു. ഒരൊറ്റ ഉറുമ്പ് പോലും നമ്മുടെ ലോഫിനകത്ത് ബാക്കിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ സെയിം ടൈമിൽ നമുക്കിവിടെ ഫീഡ് ചെയ്യുന്ന ചിക്സ് ഉണ്ട്. നമുക്കിവിടെ പുറത്ത് കേജിലിരിക്കുന്ന ചിക്സ് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അവർ. അതിന് എല്ലാവരും കൂടെ നമ്മൾ മാറ്റി, ബാക്കിയുള്ളതിനെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്കിവിടെ വേറെ ചിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഫീഡ് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. പക്ഷെ ഒരൊറ്റ ബേഡ്സിനെ പോലും അത് ബാധിച്ചിട്ടില്ല, കുഞ്ഞുങ്ങളെ പോലും ബാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കുഞ്ഞുങ്ങളിരിക്കുന്ന കൂടുതൽ അടിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ അടിച്ചു കൊടുക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു മെഡിസിനാണ് ഈ ജമ്പ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഈ പറയുന്ന മെഡിസിൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ആക്ച്വലി സെയിം എപ്പിസോഡ് ഞാൻ ഒരു തവണ എടുത്തതാണ്. പക്ഷേ ലാസ്റ്റ് ടൈം എടുത്തപ്പോൾ ഈ വീഡിയോയുടെ സൗണ്ട് തീരെ ഇല്ലാതായിപ്പോയി. അത് തന്നെയാണ് നമ്മൾ രണ്ടാമതെടുത്തത്. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്രദമായിട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് പ്രയോജനകരമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതായിരിക്കും. ഓൺലി ഇഫ് ആ ബെല്ലൈക്കൺ ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് എപ്പിസോഡ് ഇറ്റ് വിൽ ബി മാസീവ് ഇൻട്രഡക്ഷൻ. നമ്മുടെ ലോഫ്റ്റിലുള്ള സകലമാന ബ്രീഡ്സിൻ്റെ ഇൻട്രഡക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന് പുറകെ വേറൊരു സാധനം കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. നമ്മളൊരു ഗിവ് എവേയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം 10,000 വ്യൂവേഴ്സ്, 10,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗിവ് എവേ കൊടുക്കാമെന്ന് നമുക്ക് ഗ്രൂപ്പിൽ വന്നതാണ്. കോഴി അത് പക്ഷേ നടന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനൊരു സംഭവത്തിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എനിവേ വിൽ അപ്ഡേറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ്. ടേക്ക് കെയർ, ബൈ. ടാറ്റ കൊടുത്തേരെ. ടാറ്റാ ടാറ്റാ ടാറ്റാ.